ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉഹുദാന ലിറ്റർജിക്കൽ ക്വിസ് പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അംഗങ്ങളായിരിക്കുന്ന സീറോ മലബാർ സഭ എന്തുകൊണ്ട് പൗരസ്ത്യ സഭയായിരിക്കുന്നു എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്. തിരുസഭ 24 വ്യക്തിസഭകളുടെ കൂട്ടായ്മയാണ് എന്ന് നമുക്കറിയാം. ഈ 24 സഭകളിൽ 23 സഭകളും പൗരസ്ത്യ സഭകളാണ്. ഒരു സഭ മാത്രമേ പാശ്ചാത്യ സഭയുള്ളൂ. അത് ലത്തീൻ സഭയാണ്, റോമൻ സഭയാണ്. കേരളത്തിൽ തന്നെയുള്ള 3 കത്തോലിക്ക സഭകളിൽ 2 പൗരസ്ത്യ സഭകളാണ്, സീറോ മലങ്കര സഭയും സീറോ മലബാർ സഭയും. ഒപ്പം നമുക്ക് ലത്തീൻ സഭയും സഭയുടെ രൂപതകളും നമുക്കിവിടെയുണ്ട്. എന്താണ് ഈ തിരിവിൻ്റെ അടിസ്ഥാനം? ഇത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ റോമൻ സഭയുടെ ചരിത്രത്തിലേക്ക് പോകണം. ഓർസ്ലേം ആയിരുന്നു മിശിഹാ സംഭവം മുഴുവൻ്റെയും കേന്ദ്രമെങ്കിലും 1-ാം നൂറ്റാണ്ടിലെ യഹൂദ ശത്രുതയും റോമാക്കാരുടെ ക്രൈസ്തവ വിരോധവും കൊണ്ട് ഓർസ്ലേം ഇല്ലാതായി. AD 70 ദേവാലയം തന്നെ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ചിതറിക്കപ്പെട്ട സ്ലീഹന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും പോയി. അതാണ് ചരിത്രപരമായ കാരണമെങ്കിലും ഉദ്ധിതനായ മിശിഹാ സ്വർഗാരോഹണത്തിന് മുൻപ് സ്ലീഹന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷ ദൗത്യമായിട്ട് അയച്ചിരുന്നത് മത്തായിയുടെ സുവിശേഷം അവസാന അധ്യായത്തിലും സ്ലീഹന്മാർ നടപടി പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നടപടി പുസ്തകം അവസാനിക്കുമ്പോൾ നമ്മൾ പൗലോസ് ശ്ലീഹായെ റോമിലാണ് കാണുന്നത്, മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നതുമായിട്ട്. അവിടെ വെച്ച് പൗത്രോസ് ശ്ലീഹായ്ക്കും പൗലോസ് ശ്ലീഹായ്ക്കും രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നെങ്കിലും വിശ്വാസികൾക്ക് മതപീഡനം അനുഭവിക്കേണ്ടി വന്നെങ്കിലും 4-ാം നൂറ്റാണ്ടിൽ 312 റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും മാമോദിസ മുങ്ങുകയും ചെയ്തു. ക്രിസ്തു മതത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായിട്ട് അംഗീകരിച്ചു. അതോടുകൂടി ക്രിസ്തു മതം റോമൻ സാമ്രാജ്യത്തിൻ്റെ മതമായി തീർന്നു. ഈ റോമ സാമ്രാജ്യത്തെ തുടർന്ന് വന്ന റോമൻ ചക്രവർത്തിയായിരുന്ന തെയഡോഷ്യസ് 1-ാമൻ അദ്ദേഹം ഭരണ സൗകര്യാർത്ഥം 2ആയിട്ട് തിരിച്ചിരുന്നു. ഇറ്റലിയിലുള്ള പ്രദേശങ്ങളെല്ലാം കൂടെ ചേർത്ത് പാശ്ചാത്യ റോമ സാമ്രാജ്യമെന്നും അതിന് വെളിയിലുണ്ടായിരുന്ന ഇന്നത്തെ ഇറാൻ, ഇറാഖ്, ടർക്കി, ലെബനോൺ, സിറിയ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെടുന്നതും റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ ഇറ്റലിക്ക് വെളിയിലുള്ള പ്രദേശങ്ങളെല്ലാം കൂടെ കൂട്ടി ബൈസൻസിയും അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമായിട്ട് ഒരു പൗരസ്ത്യ റോമ സാമ്രാജ്യവും അങ്ങനെ 2ആയിട്ട് തിരിച്ചു. ഇത് നിലവിൽ വരുന്നത് ഈ 395 തെയഡോഷ്യസിൻ്റെ മരണശേഷമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റോമ സാമ്രാജ്യത്തിനുണ്ടായതുകൊണ്ട് അന്ന് മുതൽ കത്തോലിക്ക സഭയും ഇങ്ങനെ ഈ 2 തിരിവിലറിയപ്പെട്ടു. ഇറ്റലിയിലുണ്ടായിരുന്ന സഭ പാശ്ചാത്യ സഭയെന്നും അതിന് വെളിയിലുണ്ടായിരുന്ന സഭ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ സഭ പൗരസ്ത്യ സഭകളെന്നും അല്ലെങ്കിൽ സഭയെന്നും അറിയപ്പെട്ടു തുടങ്ങി. അതോടുകൂടി തന്നെ ഈ റോമ സാമ്രാജ്യത്തിൽ പെടാതിരുന്ന ഇന്ത്യ പോലെയുള്ള ഭാരതം പോലുള്ള രാജ്യങ്ങളിലെ സഭകളും പൗരസ്ത്യ സഭകളുടെ ഗണത്തിലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനം റോമ സാമ്രാജ്യത്തിന് വെളിയിലുള്ള രാജ്യങ്ങളെന്നുള്ളതായിരുന്നു. പാശ്ചാത്യ റോമ സാമ്രാജ്യത്തിന് ഈ ഇറാൻ, ഇറാഖ് പ്രദേശങ്ങൾ, ബാബിലോണിയ, കൽദയ പ്രദേശം എന്നൊക്കെ അറിയപ്പെടുന്നിടത്ത് സുവിശേഷം അറിയിച്ചിരുന്നത് മാർത്തോമാ ശ്ലീഹ തന്നെയാണ് എന്നുള്ള പാരമ്പര്യം സഭാചരിത്രത്തിലുണ്ട്. റോമിലെ ഹിപ്പൊളിറ്റിസ് 3-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് പറയുന്നുണ്ട് തോമാസ് ശ്ലീഹ ഇറാൻ, ഇറാഖ് പ്രദേശങ്ങൾ സുവിശേഷം അറിയിച്ചിരുന്നുവെന്ന്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാചരിത്രകാരനായ യൂസേബിയസും ഇത് തന്നെ പറയുന്നുണ്ട്. തോമാസ് ശ്ലീഹായാലാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടത്, എത്തപ്പെട്ടത് എന്ന് ഇറാൻ, ഇറാഖ് പ്രദേശങ്ങളിൽ. തോമാസ് ശ്ലീഹയുടെ ശിഷ്യന്മാരായിരുന്ന അദ്ദായും മാറിയും ഈ പ്രദേശങ്ങളിൽ അവരുടെ സ്ലീഹന്മാരായിട്ട് അവിടുത്തെ സഭകൾ അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും നമുക്കറിയുകയും ചെയ്യാം. ഈ തോമാസ് ശ്ലീഹ തന്നെയാണ് അത് സിൽക്ക് റൂട്ടിലൂടെ പേർഷ്യൻ അന്നത്തെ പാർത്തിയ രാജ്യത്തിലേക്കുള്ള തോമാസ് ശ്ലീഹയുടെ യാത്രക്കിടയിലാകണം ഈ പ്രദേശങ്ങൾ സുവിശേഷം അറിയിച്ചത്. ആ യാത്രാമധ്യേ ഭാരതത്തിൻ്റെ വടക്ക് പ്രദേശത്തുള്ള ഇന്നത്തെ ഗുജറാത്തിലുള്ള ബാറൂച്ച് പ്രദേശത്ത് വരികയും പിന്നീട് വടക്കേ ഇന്ത്യയിൽ പലയിടത്തും സുവിശേഷം പ്രഘോഷിക്കുകയും സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നുള്ളത് പൊതുവെ ഇന്ന് അംഗീകരിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. അതിനുശേഷമാണ് AD 52 മുസ്സിരീസിൽ കൊടുങ്ങല്ലൂർ തോമാസ് ശ്ലീഹ വരുന്നതും കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിക്കുന്നതും സഭാ സമൂഹങ്ങൾക്ക് രൂപം നൽകുന്നതുമെല്ലാം. അപ്പോൾ ഇവിടെ ഈ ഭാരതത്തിൽ രൂപം കൊണ്ട സഭയും പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനോൺ, ടർക്കി തുടങ്ങിയ പ്രദേശങ്ങളിലുണ്ടായിരുന്ന സഭയും ഒരേ ശ്ലീഹായിൽ നിന്ന് തന്നെ ഉടലെടുത്തതുകൊണ്ടും ഒരേ പാരമ്പര്യം തന്നെ തുടർന്നിരുന്നതുകൊണ്ടും ഒരേ ജീവിതശൈലിയും ഒരേ ആധ്യാത്മിക രീതിയും ഉണ്ടായിരുന്നതുകൊണ്ട് പൗരസ്ത്യ സഭയുടെ അല്ലെങ്കിൽ ആരാധനക്രമ ഭാഷയും ഒന്ന് തന്നെ സുറിയാനി തന്നെ ആയിരുന്നതുകൊണ്ടുമെല്ലാം ഒരൊറ്റ കുടുംബമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്.
കാരണം എല്ലാ രീതികളും ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ തോമാസ് ലീഹായിൽ സ്ഥാപിക്കപ്പെട്ട സഭകളെന്നുള്ള പേരിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരൊറ്റ കുടുംബമായിട്ട് കരുതപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈ കാൽദയ പ്രദേശത്തെ സഭയുടെ തന്നെ ഭാഗമായിട്ട് ഭാരതത്തിലെ സഭയും കരുതപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മളും കൽദായർ എന്നറിയപ്പെട്ടിരുന്നത്. പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിന് വെളിയിലായിരുന്നതുകൊണ്ട് പൗരസ്ത്യ സഭകളെന്നും അറിയപ്പെട്ടിരുന്നു. ഇനി പൗരസ്ത്യ സഭകൾ 23 സഭകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഈ 23 സഭകൾ 5 കുടുംബങ്ങളിലായിട്ടാണ് വേർതിരിഞ്ഞ് നമ്മൾ കാണുന്നത്. അത് അലക്സാണ്ട്രിയൻ സഭയുണ്ട്, ബൈസൻ്റൈൻ സഭയുണ്ട്, അന്ത്യോക്യൻ സഭയുണ്ട്, അർമേനിയനുണ്ട്, കാൽഡിയൻ ഉണ്ട്. അപ്പോൾ ഈ കാൽഡിയൻ സഭയിലാണ് പേർഷ്യയിലുള്ള സഭയും ഭാരതത്തിലെ സഭയും വരുന്നത്. അദ്ദായിമാറിമാർ രൂപം കൊടുത്ത അതേ ആരാധനക്രമം തന്നെയാണല്ലോ ഭാരതത്തിലെ നസ്രാണികളും ആരംഭകാലം മുതൽ ഉപയോഗിച്ച് വന്നത്. ആദ്യകാലം മുതൽ തന്നെ സുറിയാനി ആയിരുന്നു നമ്മുടെയും ആരാധനാ ഭാഷ. അതുതന്നെയായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിലേതും. അതാണ് ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനവും. പൗരസ്ത്യ സഭകൾ അവയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമെന്നുള്ളത് സഭയുടെ എന്നത്തെ നിർബന്ധമാണ്. മാർപ്പാപ്പന്മാർ കാലാകാലങ്ങളിൽ ഇത് ആവർത്തിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1894 ലയോ മാർപ്പാപ്പ കിഴക്കിൻ്റെ മഹത്വം എന്നുള്ള രേഖയിലൂടെ പൗരസ്ത്യ സഭകൾ ലത്തീൻ സഭയുടെ അനുബന്ധമല്ല, അവയ്ക്കും തുല്യ പദവിയാണുള്ളതെന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. 100 വർഷം കഴിഞ്ഞ് 1994 ജോൺ പോൾ മാർപ്പാപ്പ കിഴക്കിൻ്റെ വെളിച്ചം എന്നുള്ള രേഖയിലൂടെ പൗരസ്ത്യ സഭകളുടെ മാഹാത്മ്യം എടുത്തു കാണിക്കുന്നുണ്ട്. വത്തിക്കാൻ കൗൺസിലാണെങ്കിലും പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ളൊരു ഡിക്രി തന്നെയുണ്ട്. നഷ്ടപ്പെട്ട പൈതൃകം വീണ്ടെടുക്കണമെന്നുള്ള ആ ഒരു കൽപ്പന തന്നെ വത്തിക്കാൻ കൗൺസിൽ നൽകുന്നത് നമുക്ക് പരിചിതമാണ്. അപ്പോൾ ഈ പൗരസ്ത്യ ആധ്യാത്മികത, പൗരസ്ത്യ ജീവിതശൈലി അത് വിശുദ്ധഗ്രന്ഥാധിഷ്ഠിതമാണ്, ആരാധനാക്രമ കേന്ദ്രീകൃതമാണ്, മിശിഹായുടെ പെസഹാ രഹസ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനെ ചുറ്റിയാണ് നമ്മുടെ ഈ വിശ്വാസ ജീവിതം. ആരാധനാ വത്സരം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ മിശിഹ രഹസ്യവുമായിട്ട്, പെസഹാ രഹസ്യവുമായിട്ട് കേന്ദ്രീകരിച്ചുമാണല്ലോ. അപ്പോൾ ഈ പൈതൃകം, ഈശോ സംസാരിച്ചിരുന്ന ഭാഷയിൽ തന്നെ ആരാധന നടത്തുന്ന ആ പൈതൃകം, അത് തന്നെ തുടരുവാനുള്ള ആ ഭാഗ്യം, അത് നമുക്ക് പൗരസ്ത്യർക്കുള്ള വലിയ ഭാഗ്യമാണ്. ഈശോ ജനിച്ചത് തന്നെ പൗരസ്ത്യ നാട്ടിലാണ്. അവിടെയാണ് സാക്ഷ്യങ്ങൾ, മിശിഹായ്ക്കുള്ള സാക്ഷ്യവും രക്തസാക്ഷികളും ഒക്കെ ഉണ്ടായത്. അവിടെ ആ പൈതൃകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, അതിൽ അഭിമാനിക്കാം, അത് നമുക്ക് ജീവിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.